പ്രിയമുള്ള കൂട്ടുകാരെ, ഒരു കൃഷിയുടെ വീഡിയോ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരു കടയാണ്, അതിൽ നിന്ന് പൊട്ടിച്ചെനിച്ച് പോയതാണ്. അപ്പോൾ ഇഷ്ടംപോലെ മഞ്ഞൾ ഉണ്ട്, അതിൽ നിന്നൊരു കട എടുത്ത് കാണിച്ചതാണ്. ഇനി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു മാങ്ങയല്ല, കുറച്ച് മാവുകളുണ്ട്. ഇത് സാധാരണ മാങ്ങയാണ്, മൂവാണ്ടൻ. എനിക്ക് തോന്നുന്നത് ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഒട്ടുമാവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ തോന്നുന്നു കേട്ടോ. സാധാരണ മാങ്ങയല്ല. ഒരു 3 വെച്ചതൊക്കെ കാണിക്കാൻ പോകുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. സാധാരണ മാങ്ങ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ വലുത്. പക്ഷേ ഇത് ഒരുപാട് വലുതാണ്. വലിയ മാങ്ങ നോക്കൂ, കഴിഞ്ഞ വർഷം മുതൽ മാങ്ങ ഉണ്ടായി തുടങ്ങി. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിക്കും. പിന്നെ ഈ ആടുണ്ട്, ആടിൻ്റെ ആട്ടും കാട്ടിടും. ചാണകം ഇടാറില്ല, ചാണകപ്പില്ല, ആദ്യം ഇട്ടിരുന്നു. അപ്പോൾ മാങ്ങ ഏകദേശം ഉണ്ടാകുന്നുണ്ട്. പിന്നെ വെയിലിൻ്റെ ചൂട് നല്ല എളുക്കുന്നതാണ്, അപ്പോൾ കുറച്ച് കമ്മിയുണ്ട്. ഇനി അടുത്ത മാങ്ങ, ഇതും അതേ സമയത്ത് വെച്ചതാണ്. പക്ഷേ ഇതിൽ 1-2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്, കൂടുതലില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിലുണ്ടാവുക എന്ന് അറിഞ്ഞു വളരെ സന്തോഷമാണ്. ഇത് മൂവാണ്ടനില്ല കേട്ടോ, ഇതിലുണ്ടായിട്ടില്ല, ചെറിയ മാങ്ങയാണ്. എല്ലാം ഒരുമിച്ച് വെച്ചതാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഈ മാവിൻ്റെ ഐറ്റംസ് കഴിഞ്ഞു. വേറെ ഉണ്ട്, അപ്പുറത്ത് താഴത്തേക്ക് ഇറങ്ങി പോകണം, അതിപ്പോൾ കാണിക്കുന്നില്ല. ഇനി മഞ്ഞൾ, ഈ ഏരിയ മൊത്തം മഞ്ഞളാട്ടോ. മഞ്ഞൾ എൻ്റെ വീടിൻ്റെ, പഴയ വീടിൻ്റെ ഈ കാണുന്ന ഏരിയയൊക്കെ മഞ്ഞളാണ്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ മഞ്ഞളിട്ടതെന്ന് വെച്ചാൽ പന്നി കാട്ടുപന്നി ഇല്ലേ, മറ്റുള്ള എന്ത് ഐറ്റംസ് ഉണ്ടായാലും നശിപ്പിക്കും. വാഴ പോലും നശിപ്പിക്കും. കാരണം ഇവിടെയൊക്കെ വാഴ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ വാഴ പോലും നശിപ്പിക്കുക. അപ്പോൾ നമുക്ക് മഞ്ഞളിനെ ഒന്ന് പറിച്ച് നോക്കാം കേട്ടോ, കട ഉണ്ടോയെന്ന്. ചില ഏരിയയിൽ കൂടുതൽ കട ഉണ്ടാവും, ചില ഏരിയയിൽ കുറഞ്ഞ കട ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം കൃഷിക്കാർക്ക് ഇങ്ങനെ അധ്വാനിച്ച് എന്തെങ്കിലും കിട്ടുന്നു, അത് വളരെ സന്തോഷം ഉളവാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഈ ഏരിയ ഒന്ന് കളിച്ച് നോക്കാം. ചില സ്ഥലത്ത് ചെറിയ കടയാണ്, ചില സ്ഥലത്ത് മാത്രം നല്ല ഇളകിയ മണ്ണുകളോടത്ത്, പശ്ചിമേഖലയോടത്ത് വലിയ കടകൾ കാണാം. എന്തായാലും മഞ്ഞൾ യഥേഷ്ടം ഉണ്ട്. അതൊരു ഒഴിവുപോലെ പറിച്ച് വീട്ടിലാവശ്യത്തിനെല്ലാം മഞ്ഞൾപ്പൊടി ഇതിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്തോ കൂട്ടരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ വേറെ കുറച്ച് പടി ഇറങ്ങിപ്പോവാം, അവിടെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഏരിയ ഉള്ളൂ കേട്ടോ അവിടെ. അന്ന് ഒരു മഞ്ഞൾ പറിച്ചതാണ് അല്ലേ. ഇതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇഞ്ചി ആണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം. മഞ്ഞൾ നന്നല്ല എന്നല്ല, മഞ്ഞൾ നല്ലതാണ്. ഇഞ്ചി കൂടി ഉണ്ടെങ്കിൽ, ഇഞ്ചി നട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഒന്നും സെറ്റപ്പ് ആയിട്ടില്ല കേട്ടോ ഇഞ്ചിയുടെ കാര്യത്തിൽ. അതെൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ മഞ്ഞക്കട കണ്ടോ. അപ്പോൾ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്, അവർ ഷെയർ ചെയ്ത് കൊടുക്കൂ, എല്ലാവരും കാണട്ടെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ ബൈ, സി യു.